ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാ ക്രിയേറ്റേഴ്സിനും വളരെയധികം സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സാധാരണ ലഭിക്കുന്ന ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മ്യൂസിക് എല്ലാം യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. എന്നാൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇത് യൂട്യൂബ് തരുന്നതാണ്. നമ്മൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ വരുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം. ഈ ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ വരണമെങ്കിൽ ഇപ്രകാരം സ്പാം കണ്ടന്റ്, അതുപോലെ ഇംപേഴ്സണേഷൻ പോളിസി, എക്സ്റ്റേണൽ ലിങ്ക് പോളിസി, ഫേക്ക് എൻഗേജ്മെന്റ് പോളിസി, അതുപോലെ പ്ലേലിസ്റ്റ് പോളിസി, ഇപ്രകാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൻസിറ്റീവ് കണ്ടന്റ് യൂസ് ചെയ്യുക, തംബ്നെയിലിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക, ചൈൽഡ് സേഫ്റ്റി പോളിസി ബ്രീച്ച് ചെയ്യുക, ഇപ്രകാരം ഒരുപാട് വയലേഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും എല്ലാം വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്രകാരം നമ്മുടെ ചാനലിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം ലഭിക്കുക. ഇവിടെ മിസ് ഇൻഫർമേഷൻ, റെഗുലേറ്റഡ് ഗുഡ്സ്, അതുപോലെ വയലേറ്റ് ഓർ ഡേഞ്ചറസ് കണ്ടന്റ്, അപ്പോൾ ഡേഞ്ചറസ്, ഹാംഫുൾ അതുപോലെയുള്ള കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇപ്രകാരം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം വരാം. ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ആദ്യമായി നിങ്ങളുടെ ചാനലിൽ വരുമ്പോൾ ഇതൊരു വാർണിംഗ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുക. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ചാനൽ വയലേഷൻ എന്നൊരു വാർണിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനലിന് ഒരു സ്ട്രൈക്ക് വരുമ്പോൾ ഇപ്രകാരം ഒരു വാർണിംഗ് മെസ്സേജ് ആണ് വരിക. ഇപ്രകാരം നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനായി നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ വാർണിംഗ് സ്ട്രൈക്ക് വന്നാൽ ഇത് നേരത്തെ നമുക്ക് ഒഴിവാക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഇത് ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങളെല്ലാമാണ് പറയുന്നത്. അപ്പോൾ എപ്രകാരമാണ് നമ്മുടെ ചാനലിൽ നിന്നും വാർണിംഗ് സ്ട്രൈക്ക് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക. ഇത്തരത്തിൽ വാർണിംഗ് സ്ട്രൈക്ക് ലഭിച്ചതിന് ശേഷം വീണ്ടും നമുക്കൊരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ സ്ട്രീം ചെയ്യാനോ അതുപോലെ യൂട്യൂബ് നിർദ്ദേശിക്കുന്ന ചില എഡിറ്റിംഗ് ഒന്നും ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ ഈ ഒരാഴ്ച സമയം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് ഇത് 90 ദിവസം കഴിഞ്ഞാണ് എക്സ്പയർ ആവുക. അതുപോലെ ഈ ഒരു സ്ട്രൈക്ക് വന്നതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ അടുത്ത ഒരു സ്ട്രൈക്ക് കൂടി നിങ്ങൾക്ക് വന്ന് കരുതുക. ഇത്തരത്തിൽ വരുമ്പോൾ യൂട്യൂബ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയ പണിഷ്മെന്റ് എല്ലാമാണ് തരുക. അതായത് 2 ആഴ്ച സമയത്തേക്ക് നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്രകാരം 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർമിഷൻസ് എല്ലാം തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 90 ദിവസത്തിനുള്ളിൽ മറ്റൊരു സ്ട്രൈക്ക് കൂടി നമ്മുടെ ചാനലിൽ വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. അതിനാൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും അതുപോലെ നമുക്കിപ്പോൾ വളരെ പ്രയോജനം ചെയ്യുന്നതുമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്രകാരം വന്നിരിക്കുന്ന വാർണിംഗ് സ്ട്രൈക്ക് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 4 സ്ട്രൈക്ക് എല്ലാം നമ്മുടെ ചാനലിൽ വന്നാലാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് അല്ലെങ്കിൽ റിമൂവ് ആവുക. ഇപ്രകാരം ഇത് നിങ്ങളുടെ ചാനലിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിന് ശേഷം 3 സ്ട്രൈക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ചാനൽ റിമൂവ് ആകും. അപ്പോൾ ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് ഇത് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കും. ഇപ്രകാരം നമുക്ക് വാർണിംഗ് സ്ട്രൈക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ട്രെയിനിങ് എടുക്കുക എന്നതാണ്. അതായത് ഏത് വയലേഷനാണ് നമ്മൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് നമുക്കിവിടെ ഡീറ്റെയിൽസിൽ പോയാൽ കാണാൻ സാധിക്കും. അതായത് ഏത് പോളിസി അല്ലെങ്കിൽ ഏത് ഗൈഡ് ലൈനാണ് നമ്മൾ ബ്രീച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ട്രെയിനിങ് എടുത്തതിന് ശേഷം അതിൽ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളോട് ചോദിക്കും. അത് ശരിയായി ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 90 ഡേയ്സ് കഴിഞ്ഞാൽ ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ നിന്നും റിമൂവ് ആകും. അപ്പോൾ അധികം താമസിയാതെ ഇതിനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത്തരത്തിൽ വാർണിംഗ് സ്ട്രൈക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പീൽ നൽകുക എന്നതാണ്. അപ്പീൽ നൽകുക എന്നത് നമ്മൾ യൂസ് ചെയ്യുക നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ഇപ്രകാരം ഒരു വാർണിംഗ് സ്ട്രൈക്ക് എല്ലാം വന്നിരിക്കുന്നത്. അതായത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ഇൻകറക്റ്റായാണ് ഇപ്രകാരം വാർണിംഗ് സ്ട്രൈക്ക് അയച്ചിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സിന് ഈ വാർണിംഗ് സ്ട്രൈക്കിനെതിരെ അപ്പീൽ പോകാം. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്പീൽ ഇത് റിജക്റ്റ് ആയി എന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഈ ഒരു ട്രെയിനിങ് എടുക്കാനും അതുവഴി നമുക്ക് ഈ വാർണിംഗ് സ്ട്രൈക്ക് റിമൂവ് ചെയ്യാനും എല്ലാം യൂട്യൂബ് അനുവദിക്കുന്നുണ്ട്. മൂന്നാമതായി ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ആക്ഷനും ചെയ്യുന്നില്ല. അതായത് ഇത്തരത്തിൽ ഒരു സ്ട്രൈക്ക് വന്നു, നമ്മൾ അതിനെ ആക്ട് ചെയ്യുന്നില്ല.
ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ വാർണിംഗ് സ്ട്രൈക്ക് ഇത് എപ്പോഴും നിങ്ങളുടെ ചാനലിൽ നിലനിൽക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ ഇത് റിമൂവ് ചെയ്യുകയില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യണമെന്ന് തോന്നിയാൽ ഇതുപോലെ ട്രെയിനിങ് എല്ലാം എടുത്ത് അല്ലെങ്കിൽ അപ്പീലെല്ലാം കൊടുത്ത് ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിലവിൽ ആരുടെയെങ്കിലും ചാനലിൽ ഇതുപോലെ ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം താമസിയാതെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതായത് പോളിസി ട്രെയിനിങ് എല്ലാം എടുക്കുന്നതിന് ഈ ഒരു പോളിസി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാർണിംഗ് സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷനാണ് ഇപ്പോൾ യൂട്യൂബ് നൽകുന്നത്. അതിനാൽ തന്നെ ഇത് എല്ലാവരും ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേ ബ്രീച്ചിന് തന്നെ, അതായത് ഇതേ പോളിസിക്ക് തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ ആ സ്ട്രൈക്ക് ഇവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ 90 ദിവസത്തിനുള്ളിൽ ഇപ്രകാരം ഈ ഒരു പോളിസി വീണ്ടും ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു സ്ട്രൈക്കായി തന്നെ നിലനിൽക്കും. അതിനാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുക. അതുപോലെ യൂട്യൂബിൻ്റെ പോളിസി എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്